പിണറായി വിജയൻ സർക്കാർ 9 വർഷത്തെ നിറവിൽ നിൽക്കുമ്പോൾ കേരള വികസന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഒരു ദശകമാണ് എഴുതി ചേർക്കപ്പെടുന്നത്. 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ ഈ നേട്ടത്തിന് ഏറ്റവും പ്രധാന പങ്കുവഹിച്ചത് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതും ധനകാര്യ വകുപ്പ് നേതൃത്വം നൽകുന്നതുമായ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡാണെന്ന് നിസ്സംശയം പറയാനാകും. സംസ്ഥാനത്ത് ഇതുവരെ 90,000 കോടിയോളം രൂപയുടെ പദ്ധതികൾക്കാണ് കിഫ്ബി ധനാനുമതി നൽകിയിട്ടുള്ളത് എന്നത് ചെറിയ കാര്യമല്ല. 25 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ കിഫ്ബി അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ചത് കഴിഞ്ഞ 9 വർഷക്കാലമാണെന്നത് ഏറെ പ്രസക്തം. ഇവിടെ പശ്ചാത്തല സൗകര്യ വികസനം വലിയ തോതിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ വലിയ പങ്ക് വഹിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞത് സംസ്ഥാനത്തിൻ്റെ വിഭവശേഷി കൊണ്ട് മാത്രമല്ല, സംസ്ഥാനത്തിന് പുതിയ രീതിയിൽ വിഭവശേഷി ആർജിക്കാൻ കഴിയണം എന്ന് 2016 ഗവൺമെൻറ് കണ്ടു. അതിൻ്റെ ഭാഗമായാണ് ഒരു നിയമം പരിഷ്കരിച്ചുകൊണ്ട് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. ഒരു പുതിയ ധനസ്രോതസ് സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയോടെ പ്രവർത്തിക്കുന്നൊരു സ്ഥാപനം. അതിലൂടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള പണം കണ്ടെത്തുക, അത് ചെലവിട്ട് അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കുക. പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടായത് അതിൻ്റെ ഭാഗമായി കടുത്ത എതിർപ്പ്, കിഫ്ബിയോട് എതിർപ്പ്, വലിയ പരിഹാസം, നടക്കാൻ പോകാത്ത കാര്യം, എവിടുന്ന് പണം കിട്ടാൻ, അങ്ങനെ പല ആക്ഷേപങ്ങൾ നാം കേൾക്കേണ്ടതായി വന്നു. എന്താ യാഥാർത്ഥ്യം? 90,000 കോടിയുടെ വികസന പദ്ധതികളാണ് ഈ കിഫ്ബി മുഖേന ഏറ്റെടുക്കാനായിട്ടുള്ളത്. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാം എന്ന നില കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, റോഡ്, നമ്മുടെ പാലങ്ങൾ, നമ്മുടെ ഫ്ലൈ ഓവറുകൾ, നമ്മുടെ വിവിധ തരത്തിലുള്ള പദ്ധതികളുടെ ഭാഗമായി ഉയർന്നു വരുന്ന സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികളിൽ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കൽ, അങ്ങനെ എന്തിനധികം പറയുന്നു, കേരളത്തിൻ്റെ വികസനത്തിനു വേണ്ടി 5,600 കോടി രൂപ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൊടുത്തതുപോലും കിഫ്ബിയിൽ നിന്നെടുത്ത പണമായിരുന്നു. സർവ്വമേഖലയിലും അവരുടെ പങ്കാളിത്തം കാണാൻ നമുക്ക് കഴിയുന്നു. ഇവിടെ ആ കിഫ്ബിയെ തകർക്കുന്നതിനുള്ള നീക്കങ്ങൾ ദുരുപദിഷ്ടമായ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് നമുക്കറിയാവുന്നതാണ്. ഇതാണ് LDF കേരളത്തിൽ
2016 അധികാരത്തിൽ വന്നപ്പോഴുണ്ടായ മാറ്റം. അതിൻ്റെ തുടർച്ചയായി 2021 ഓരോ വർഷവും ഞങ്ങൾ ഈ പറഞ്ഞ പ്രകടന പത്രികയിൽ ഉന്നയിച്ച കാര്യങ്ങൾ എത്രത്തോളം നടപ്പാക്കിയെന്ന് നാടിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവതരിപ്പിച്ച് വന്നപ്പോൾ ഓരോ വർഷവും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എത്രമാത്രം പുരോഗതി. 2021 കണ്ടതെന്താ? 600-ൽ വിരലിലെണ്ണാവുന്നവയൊഴിച്ച് ബാക്കി മുഴുവൻ നടപ്പാക്കിയ ഒരു സർക്കാർ, LDF സർക്കാർ എന്ന നില വന്നു. സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നിയമമനുസരിച്ച് 1999 നവംബർ 11-നാണ് കിഫ്ബി ആരംഭിച്ചത്. LDF സർക്കാർ 2016-ൽ അധികാരമേറ്റെടുത്തപ്പോൾ കിഫ്ബിയുടെ ചട്ടങ്ങൾ പരിഷ്കരിച്ചത് നിർണായകമായി. സാമ്പത്തിക മേഖലയിലെ മാന്ദ്യത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുക, സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലേക്ക് കിഫ്ബി ഉയർന്നതോടെ വികസനത്തിന്റെ കേരള മാതൃകയാണ് സാധ്യമായത്. കിഫ്ബി സംസ്ഥാന ബജറ്റിന്റെ പുറത്തുനിന്നും വരുമാനം കണ്ടെത്തി ആദ്യഘട്ടത്തിൽ സംസ്ഥാന ബജറ്റിൽ നിന്ന് കൊടുക്കുന്ന പണവും അതോടൊപ്പം തന്നെ കടം വഴി എടുക്കുന്ന പണവും ഉപയോഗിച്ചുകൊണ്ട് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. തിരിച്ചടയ്ക്കാനുള്ളതിനെ ദീർഘകാലം കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന പദ്ധതി എന്ന നിലയിൽ കണ്ടതുകൊണ്ട് തന്നെ സംസ്ഥാന ബജറ്റിനകത്ത് കാണുന്നതിലധികം ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്ന കാഴ്ചപ്പാടിലാണ് കിഫ്ബി പ്രവർത്തനം. ഒരു വൻ തുക ലോൺ എടുത്ത് വീട് വെച്ച ശേഷം ദീർഘകാലം കൊണ്ടത് അടച്ചു തീർക്കുക എന്നതിന് സമാനമാണ് കിഫ്ബി വായ്പകളും എന്ന് പറയാം. സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് സമൂലമായ വികസനമാണ് കിഫ്ബിയിലൂടെ സാധ്യമാകുന്നത്. പൊതുമരാമത്ത്, ടൂറിസം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഗതാഗതം, വ്യവസായം, സാംസ്കാരികം, ഫിഷറീസ്, കായികം തുടങ്ങി സമസ്ത മേഖലകളിലും കിഫ്ബി ധനസഹായത്തിലുള്ള പദ്ധതികൾ വികസനത്തിന്റെ പുതുവഴിയാണ് കേരളത്തിന് തുറന്നു നൽകുന്നത്.
തീരദേശ ഹൈവേയും മലയോര ഹൈവേയും തീരദേശ കനാലും ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളായി നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിന്റെ വികസന പദ്ധതികൾക്ക് കുതിപ്പേകി കിഫ്ബി സ്കൂളുകളിലും ആശുപത്രികളിലും അത്യന്താധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഗ്രാമീണ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് സ്കൂളുകളിൽ കിഫ്ബി വഴി നിക്ഷേപം എത്തി. പുതിയ കെട്ടിടങ്ങളും സൗകര്യങ്ങളും ക്ലാസ് മുറികളും ലാബുകളും നിർമ്മിച്ചു. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കിഫ്ബി വഹിച്ച പങ്ക് വലുതാണ്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ കെട്ടിടങ്ങൾ, ഹോസ്റ്റലുകൾ, പുതിയ സയൻസ് ലാബുകൾ, സയൻസ് പാർക്ക്, റിസർച്ച് സെന്റർ, ഡാറ്റാ സയൻസുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ആധുനിക ശാസ്ത്ര സാങ്കേതിക മേഖലയിലും ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. വ്യവസായം, തദ്ദേശ സ്വയംഭരണം, ടൂറിസം, കായികം തുടങ്ങി സമസ്ത മേഖലകളിലും കിഫ്ബി വികസനത്തിന്റെ പുതുവഴി വെട്ടിയപ്പോൾ കേരളം സ്വപ്നം കണ്ട സൗകര്യങ്ങളാണ് യാഥാർത്ഥ്യമായത്. വായ്പയെടുക്കാനുള്ള സംസ്ഥാനത്തിന്റെ അവകാശത്തെ കേന്ദ്രം വെട്ടിക്കുറയ്ക്കുകയും പെൻഷൻ നൽകാൻ രൂപീകരിച്ച കമ്പനിയുടെ വായ്പയും കിഫ്ബി വായ്പയും സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽപ്പെടുത്തുകയും ചെയ്തതോടെ സംസ്ഥാന ഖജനാവിന് മേൽ 12,000 കോടി രൂപയുടെ സമ്മർദ്ദം വന്നു. എന്നാൽ കിഫ്ബി പദ്ധതികൾ വൻ വികസന കുതിപ്പേകുന്നത് കൊണ്ട് തന്നെയാണ് കിഫ്ബിയെ തകരാൻ അനുവദിക്കാതെ സംസ്ഥാന സർക്കാർ ചേർത്തുപിടിക്കുന്നത്. ആകാശകുസുമം, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നൊക്കെ ഇതിനെ നേരത്തെ അധിക്ഷേപിച്ചില്ലേ? ഒടുവിൽ കിഫ്ബി മുഖേന ആശുപത്രികൾ, സ്കൂളുകൾ, പാലങ്ങൾ, റോഡുകൾ സ്വന്തം മണ്ഡലങ്ങളിൽ യാഥാർത്ഥ്യമായപ്പോൾ അത് മോശമാണെന്ന് പറയുകയാണോ? അവയുടെ ക്രെഡിറ്റ് സ്വന്തം അക്കൗണ്ടിൽ പെടുത്തുകയാണോ ചെയ്തത് എന്ന് പ്രതിപക്ഷത്തെ പ്രമുഖരുൾപ്പെടെ ഓർത്തു നോക്കുന്നത് നന്നാകും. കിഫ്ബിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് പിറകോട്ട് പോകാനോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനോ വികസന കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കാനോ ഇടയാക്കാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നീളുന്ന ദേശീയപാത ഇന്നിപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. പാറശാലയിൽ നിന്ന് തിരുവനന്തപുരം മുതൽ നീണ്ട് അങ്ങ് കാസർഗോഡ് വരെയുള്ള ദേശീയപാതകൾ പൂർത്തീകരണത്തിന്റെ പാതയിലേക്ക് എത്തിച്ചതിന് പിന്നിൽ ഭൂമി ഏറ്റെടുക്കലിന് കിഫ്ബി വഴി കേന്ദ്രത്തിന് നൽകിയ 6,000 കോടി രൂപയാണ്. ഇതുകൂടാതെ തീരദേശ മലയോര ഹൈവേകൾ, അതിവേഗ ജലപാതകൾ തുടങ്ങി ഗതാഗത മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പിന്നിലെ നെടുംതൂണ് കിഫ്ബി തന്നെയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പോകുന്ന മെഡിക്കൽ കോളേജ് മുതൽ താലൂക്ക് ആശുപത്രികൾ ഉൾപ്പെടെ
പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെയുള്ള ആശുപത്രികൾ വിപുലമായ സൗകര്യങ്ങളോടുകൂടി ഇപ്പോൾ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ പലതും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആയിരക്കണക്കിന് പൊതുവിദ്യാലയങ്ങളാണ് അടിസ്ഥാന സൗകര്യത്തിലടക്കം അത്യന്താധുനിക രീതിയിൽ പുതുക്കിപ്പണിതിരിക്കുന്നത്. സർവകലാശാലകൾ, ഹോസ്റ്റലുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുടങ്ങി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും കിഫ്ബിയുടെ വികസന മുദ്ര പതിഞ്ഞുകഴിഞ്ഞു. ലോകത്തെയാകെ ചലിപ്പിക്കാൻ കഴിയുന്ന ആശയങ്ങളുള്ള ഏറ്റവും നല്ല പുതിയ തലമുറ നമുക്കുള്ളതുകൊണ്ട് തന്നെ വിജ്ഞാന വ്യവസായത്തിൽ കേരളത്തിന് ഏറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലാകെ വലിയ വികസനമുണ്ടാക്കാവുന്ന ഇക്കണോമിക് എഞ്ചിനായി വിഴിഞ്ഞം തുറമുഖം മാറുന്നത് വൻ നേട്ടമാണ്. തുറമുഖത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഉപയോഗിക്കാൻ കൂടുതൽ മൂലധന നിക്ഷേപത്തിനായി അനിവാര്യമായ പദ്ധതികൾ ഉണ്ടാകണം. അവിടെയാണ് കിഫ്ബി വീണ്ടും പ്രസക്തമാകുന്നത്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ ഇടനാഴിക്ക് കിഫ്ബി വഴി 1000 കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചത് ഒരു ഉദാഹരണമാണ്. എറണാകുളത്ത് നിന്ന് പാലക്കാട്, കോയമ്പത്തൂർ വഴി ബംഗളൂരുവിലേക്കുള്ള വ്യവസായ ഇടനാഴി, കോഴിക്കോട് നിന്ന് കണ്ണൂർ വഴി മംഗലാപുരത്തേക്ക് നീളുന്ന പദ്ധതി എന്നിവയിലെല്ലാം വിഴിഞ്ഞം തുറമുഖ പദ്ധതി കൂടുതൽ കരുത്തുള്ളതാക്കും. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ കണ്ടെയ്നറുകൾക്ക് എത്താനാകും. ഇന്ത്യയിൽ മറ്റൊരിടത്തും ഈ അനുകൂല ഘടകമില്ലെന്നതാണ് ഏറ്റവും പ്രസക്തം. കേരളത്തിൽ വലിയ വികസന പദ്ധതികൾ ഏറ്റെടുക്കാൻ കിഫ്ബിക്ക് കഴിയില്ലെന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഈ പദ്ധതികൾ. സംസ്ഥാനത്തിന്റെ വികസനത്തിന് അടിത്തറയൊരുക്കുന്ന കിഫ്ബിയുടെ കരുത്തിൽ തന്നെയാകും കേരളത്തിന്റെ മുന്നോട്ടുള്ള വികസനമെന്നതിൽ സംശയമില്ല. മാതൃവകുപ്പ് ധനവകുപ്പാണെങ്കിലും മറ്റെല്ലാ വകുപ്പുകളുടെയും വികസന പദ്ധതികൾ ചെന്നെത്തുന്നത് കിഫ്ബിയുടെ ഫണ്ടിലാണ്. ജില്ലാ മണ്ഡല ഭേദമില്ലാതെ കേരളം കിഫ്ബിയുടെ പിൻബലത്തിൽ വികസന കുതിപ്പ് നടത്തുകയാണ്. നാട്ടിൻപുറങ്ങളിൽ പോലും IT പാർക്കുകൾ വിഭാവനം ചെയ്ത് നടപ്പാക്കാൻ LDF സർക്കാരിന് ധൈര്യമേകുന്നത് കിഫ്ബിയാണ്. കിഫ്ബി വഴി കണ്ണൂർ ജില്ലയിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. കണ്ണൂരിന് അനുവദിച്ച ഏറ്റവും വലിയ വികസന പദ്ധതികളിലൊന്നാണ് IT പാർക്ക്. കണ്ണൂർ വിമാനത്താവളത്തിന് സമീപം 25 ഏക്കറിൽ 5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ 293.22 കോടി രൂപ മുടക്കിയാണ് പാർക്കിന്റെ നിർമ്മാണം. ജില്ലാ ആശുപത്രിയുടെ ആധുനികവൽക്കരണത്തിന് വികസന പ്രവർത്തനങ്ങൾക്കുമായി കിഫ്ബി വഴി 75 കോടി രൂപ സഹായം ലഭിച്ചു. വിദ്യാഭ്യാസ മേഖലയിലും കണ്ണൂരിൽ കിഫ്ബി വഴിയുണ്ടായ വികസനങ്ങൾ നിരവധിയാണ്. കിഫ്ബിയുടെ സഹായത്താൽ പൂർത്തീകരിച്ച അന്തർദേശീയ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി കണ്ണൂരിൽ കോടികൾ ചെലവഴിച്ചു. ജില്ലയിലെ റോഡുകളുടെയും പാലങ്ങളുടെയും വികസനത്തിനും കിഫ്ബി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എളയാവൂർ ഫ്ലൈ ഓവർ 138 കോടി രൂപ, മേലെ ചൊവ്വ ജംഗ്ഷനിൽ 38 കോടിയുടെ ഫ്ലൈ ഓവർ, സ്പിന്നിംഗ് റോഡിന് 27 കോടി രൂപ ഉൾപ്പെടെ 500 കോടി രൂപയുടെ വികസനമാണ് കിഫ്ബി നടത്തുന്നത്. കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റി എഴുതിയിരിക്കുകയാണ് കിഫ്ബി പദ്ധതികൾ.
വിദ്യാഭ്യാസ മേഖലയിലെ നൂതനവും ആധുനികവുമായ പദ്ധതികളാണ് ഏറ്റവും പ്രധാനം. പേരുകേട്ട ബ്രണ്ണൻ കോളേജ് മുതൽ മണ്ഡലത്തിലെ സ്കൂളുകളിൽ മികച്ച ക്ലാസ് റൂമുകൾ മറ്റു സൗകര്യങ്ങളും ഉറപ്പാക്കുന്നതിന് കിഫ്ബിയിൽ നിന്നുള്ള ഫണ്ട് ഉണർവായി. തലശ്ശേരി ബ്രണ്ണൻ കോളേജിനെ മികവിന്റെ കേന്ദ്രമാക്കുന്നതിനായി 97 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. വേങ്ങാട് EK നയനാർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മുറികളും ശൗചാലയങ്ങളും സജ്ജമാക്കുന്നതടക്കമുള്ള പശ്ചാത്തല സൗകര്യ വികസനത്തിന് 3 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. ചാല, പെരളശ്ശേരി, മുഴുപ്പിലങ്ങാട്, പിണറായി, പാലയാട് എന്നിവിടങ്ങളിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സാമ്പത്തിക സഹായങ്ങൾ എത്തി. കിഫ്ബി സഹായത്തോടെയാണ് 6-ാം മൈൽ പാറപ്രം റോഡ് നവീകരിച്ചത്. കണ്ണൂർ ജില്ലയിലെ കുടിവെള്ളത്തിനും ജലസേചനത്തിനുമായുള്ള പ്രധാന സ്രോതസ്സായ അഞ്ചരക്കണ്ടിപ്പുഴയിൽ നിന്നുമുള്ള ജലസേചനത്തിന് പുതിയൊരു മാർഗം കൂടി തുറക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് മറ്റൊരു പദ്ധതി. കിഫ്ബി ധനസഹായത്തോടെ 44.49 കോടി രൂപയ്ക്കാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചത്. നാച്ചുറൽ ഫുട്ബോൾ ടർഫ്, സ്പ്രിംഗ്ലർ സിസ്റ്റം, ക്രിക്കറ്റ് പരിശീലന പിച്ച്, ഓപ്പൺ ഗാലറിയോട് കൂടിയ പവലിയൻ, ചുറ്റുമതിൽ, ഫ്ലഡ് ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റ്, പാർക്കിംഗ് തുടങ്ങി വിപുലമായ സൗകര്യങ്ങളാണ് ധർമ്മടത്തെ അബു ചാത്തുക്കുട്ടി സ്റ്റേഡിയത്തിൽ കിഫ്ബി ഫണ്ടിൽ നിന്നുള്ള 5.49 കോടി രൂപ കൊണ്ട് സജ്ജമാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തെ ഗതാഗതം, ആരോഗ്യം, പൊതുവിദ്യാഭ്യാസം, വ്യവസായം, ടൂറിസം, കായികം തുടങ്ങി സകല മേഖലകളിലും കേരള മാതൃകകൾ തീർത്തുകൊണ്ട് വികസന പാതയിൽ നമ്മുടെ സർക്കാർ കുതിക്കുകയാണ്. 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന കിഫ്ബിയുടെ സേവന ചരിത്രത്തിലെ സുവർണ കാലഘട്ടമായി കഴിഞ്ഞ 9 വർഷങ്ങൾ അടയാളപ്പെടുത്തുന്നത് സർക്കാരും കിഫ്ബിയും ഇഴചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ വികസന നേട്ടങ്ങൾ സ്വന്തമാക്കാൻ, ഭരണനിർവഹണത്തിലെ പുതുചരിതങ്ങൾ തീർക്കാൻ ഇടതുപക്ഷ സർക്കാരിനൊപ്പം കിഫ്ബി തുടരുക തന്നെ ചെയ്യും.